അസ്സലാമലൈക്കും. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറന്ന മാസമാണല്ലോ റബീഉൽ അവ്വൽ. ഈ പുണ്യമുള്ള മാസത്തിൽ മുത്തുനബിയുടെ കഥകൾ കേൾക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമല്ലേ? എന്നാൽ ഞാനൊരു കൊച്ചു കഥ പറയാം. ഒരിക്കൽ പ്രവാചകനും ശിഷ്യന്മാരും കൂടി നിൽക്കുന്ന ഒരു സദസ്സിൽ ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു യാചകൻ കയറി വന്നു. ആ യാചകൻ നബിയോട് പറഞ്ഞു, നബിയെ, എനിക്ക് വല്ലതും തരണേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനെ യാചിക്കുന്നു? നിങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ലേ? ഇല്ല, എന്നാലും എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമല്ലോ. എൻ്റെ അടുത്ത് ഒരു പുതപ്പും ഒരു വെള്ളിപ്പാത്രവും ഉണ്ട്, എന്നാൽ അത് കൊണ്ടുവരൂ. അങ്ങനെ ആ യാചകൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആ പുതപ്പും വെള്ളിപ്പാത്രവും കൊണ്ടുവന്നപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിഷ്യന്മാരോട് ചോദിച്ചു, ആരാണ് ഇത് വിലക്ക് വാങ്ങാൻ തയ്യാറുള്ളവർ? അങ്ങനെ ഒരു സഹാബി കൈ നീട്ടി, ഞാനിത് 2 ദിർഹമിന് വാങ്ങാൻ നബിയെ. അങ്ങനെ ആ പുതപ്പും വെള്ളിപ്പാത്രവും ആ സഹാബി വാങ്ങി. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാവപ്പെട്ട യാചകന് ആ 2 ദിർഹം നൽകി. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, 1 ദിർഹം കൊണ്ട് നിങ്ങൾ വീട്ടിൽ ഭക്ഷണം കൊടുക്കുക, മറ്റു ദിർഹം കൊണ്ട് ഒരു മഴു വാങ്ങി കാട്ടിൽ പോയി വിറക് വെട്ടി ജീവിക്കുക. അങ്ങനെ ആ യാചകൻ 2 ആഴ്ച കഴിഞ്ഞു വരുമ്പോൾ ആ യാചകന്റെ കയ്യിൽ 10 ദിർഹം ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു പുതപ്പും വെള്ളിപ്പാത്രവും വാങ്ങുക, ബാക്കിയുള്ള ദിർഹമൊക്കെ നിങ്ങളുടെ വീട്ടാവശ്യത്തിന് എടുക്കുക. യാചനയിൽ നിന്ന് മോചനം കിട്ടിയ അദ്ദേഹം സന്തോഷത്തോടെ വീട്ടിൽ പോയി. മുത്തുനബിയെ കുറിച്ചുള്ള ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? വേറെ കഥയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.